ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ബീഫിൻ്റെ ബ്രെയിൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഇതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. പക്ഷേ ഒരു തവണ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പിന്നെയും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ ആവശ്യമായിട്ടുള്ളത് ആ ബ്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബ്ലഡിൻ്റെ കളറിലുള്ള ആ ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ. അത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വള്ളി ഇങ്ങനെ വലിഞ്ഞ് കിട്ടും. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ കുറേ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ നാര് പിടിച്ച് വലിക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പീസായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും എളുപ്പമാണ് ഇത് നന്നാക്കി എടുക്കാൻ. അപ്പോൾ ബ്രെയിനൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചെറിയ അളവിൽ മാത്രം മതി കേട്ടോ. ഒന്നാമത് നമ്മളെ ബ്രെയിൻ ക്വാണ്ടിറ്റി തീരെ കുറവാണ്. അതുമാത്രമല്ല നമ്മൾ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും കുറച്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ സവാളയും പച്ചമുളകും ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് മസാലയായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇത്രയും മസാല മാത്രം മതി. നമ്മൾ ഒരുപാട് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടിയോ അതുപോലെ തന്നെ ബീഫ് മസാലയോ ഒന്നും വേണ്ട കേട്ടോ. ഇത്രയും മസാല മാത്രം മതി. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ലാസ്റ്റ് പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെയിൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കണ്ടില്ല, ഇനി നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊക്കെ മതി കേട്ടോ. കാരണം നമ്മളിത് ഇളക്കുന്ന സമയത്തും മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അത് നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് മസാലയും അതുപോലെ തന്നെ ബ്രെയിനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതേപോലെ മിക്സ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇത് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. കാരണം ഇത് തീരെ കട്ടിയില്ലല്ലോ, നല്ല സോഫ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. വേറെ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് വീഡിയോയിൽ കാണാനില്ല. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ആവിയിൽ കിടന്നിട്ട് അങ്ങനെ ഇത് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പട്ട ഗ്രാമ്പൊക്കെ പൊടിച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ, ഗരം മസാല, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ചപ്പാത്തി, പത്തിരി, ദോശ അതിൻ്റെ കൂടെയൊക്കെ ഫില്ലിംഗ് ആയിട്ടൊക്കെ നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ, സാൻഡ്വിച്ച് പോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ബ്രെയിൻ കഴിക്കാത്ത ആൾക്കാർ എന്താണെങ്കിലും ഒന്ന് വാങ്ങി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ ചിക്കി പൊരിച്ച ആ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഏകദേശം വരിക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.